മാഷ് പറഞ്ഞു സാങ്കേതിക വിദ്യകൾ നിരവധി ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഇത് ലളിതമായ ചില കാര്യങ്ങൾ പറയാം. ഇന്ന് ട്രാൻസ്ലേഷൻ, 2 ട്രാൻസ്ലേഷൻ ടൂളുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഒന്ന് അനുവാദിനി, ഒന്ന് ഭാഷിണി. ഈ 2 ട്രാൻസ്ലേഷൻ ടൂളുകളും ഭാരതത്തിലെ ഭാഷകൾ ട്രാൻസ്ലേഷനും വേണ്ടി, അതായത് ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, അത് സൈമൾട്ടേനിയസ് ട്രാൻസ്ലേഷൻ മാത്രമല്ല, ലോകത്തെ അധിക ഭാഷകളും ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഒന്ന്. 2, അതിൻ്റെ പ്രയോഗം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുസ്തകം വന്നു. മറ്റൊന്ന്, ഡിജിറ്റൽ മേഖലയിലെ റിസോഴ്സുകൾ, ടെക്സ്റ്റ് റിസോഴ്സുകൾ, വീഡിയോ റിസോഴ്സുകൾ, അതുപോലെ തന്നെ ഓഡിയോ റിസോഴ്സുകൾ. ലോകത്തിലെ ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും നല്ല അധ്യാപകൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ്. ഫ്രീ ആണ്. ചിലത് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കാം, പ്രൈവറ്റുകാരൊക്കെ. എന്നാലും നമ്മളുടെ വിജ്ഞാനം വിരൽത്തുമ്പിലെന്ന് പറഞ്ഞാൽ പോരാ, അവിടെ കണ്ടൻറ്റ് വേണ്ടേ? കണ്ടൻറ്റ് ജനറേഷൻ നടത്തുകയും, ഇപ്പോൾ നമ്മുടെ UGCയുടെ തന്നെ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്, സ്വയം പ്ലാറ്റ്ഫോമിനെ പോലെ. അവിടെയൊക്കെ നിരവധി ആൾക്കാർ അത് ചെയ്യുന്നു. നിരവധി ചെറിയ ചെറിയ കോഴ്സുകൾ ഒരു എൻ്റർപ്രണറായിട്ട് ആൾക്കാർ, പഠിച്ച ആൾക്കാർ തൊഴിലിറങ്ങിയിരിക്കുന്നില്ല. ടീച്ചിങ്, കണക്ക് പഠിപ്പിക്കുന്നു ട്യൂഷൻ പോലെ, അല്ലെങ്കിൽ ഒരു രംഗം വേദഗണിതം പഠിപ്പിക്കുന്നു, സംസ്കൃതം പഠിപ്പിക്കുന്നു, യോഗ പഠിപ്പിക്കുന്നു, എന്ന് പറഞ്ഞ് കുക്കിംഗ് പഠിപ്പിക്കുന്നു. ഇപ്പോൾ വയസ്സായ അമ്മമാർ പോലും കൂടി രാത്രി എന്താണ്, അവർ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇത് പറയുകയും ചെയ്യുന്നു, അത് പഠിക്കുകയും ചെയ്യുന്നു, അത് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അത് വിദ്യാഭ്യാസ രംഗത്തുണ്ട്. അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ഔപചാരിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു ഈ കണ്ടൻറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചർ ട്രെയിനിങ്ങുകൾ പോലും അങ്ങനെ ഇപ്പോൾ നടക്കുന്നു. അപ്പോൾ ആ രംഗത്ത് ഇപ്പോൾ മദനമോഹന മാളവ്യ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അതവർക്ക് ഓൺലൈൻ ചെയ്യാം, ഓഫ്ലൈൻ ചെയ്യാം, ബ്ലെൻഡഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വലിയൊരു സാധ്യതകൾ നമുക്ക്. ഭാഷാരംഗത്ത് ടെക്നോളജി വരുന്നതോട് കൂടിയിട്ടാണല്ലോ ഇപ്പോൾ സാധാരണക്കാരൻ ഈ ഒരു ടെക്നോളജിയിലേക്ക് എത്തുന്നത്. അതായത് അവരുടെ പ്രാദേശിക ഭാഷയിൽ സാങ്കേതിക വിദ്യകളിലൂടെ അവരുടെ പ്രാദേശിക ഭാഷകളിൽ അത് സൗകര്യങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് ആളുകൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ കേസ് ഇപ്പോൾ നമ്മൾ സാങ്കേതിക വിദ്യകളുടെ പല ലേറ്റസ്റ്റ് ടെക്നോളജികളൊക്കെ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഹിന്ദി അല്ലെങ്കിൽ തമിഴ് ഭാഷ, ഇതിനൊക്കെ പ്രാധാന്യം അവിടെ കൂടുതൽ കിട്ടുന്നുണ്ട്. മലയാള ഭാഷയ്ക്ക് അവിടെ പ്രാധാന്യം കുറവാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ ചെയ്ത മലയാളത്തിൽ വരുന്നത് കുറച്ച് കറക്ഷൻ കുറവായിരിക്കും, അതിൻ്റെ ഒരു കൃത്യത കുറവായിരിക്കും. പക്ഷേ മറ്റു ഭാഷകളിൽ കുറച്ചും കൂടി, എന്തുകൊണ്ടാണ് മലയാളത്തിൽ അത് മലയാള ഭാഷയ്ക്ക് ഇവിടെ പ്രാധാന്യം കുറവാണോ? എന്തുകൊണ്ടാണ് അതിന് സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ മലയാള ഭാഷയ്ക്ക് എത്ര പ്രാധാന്യം ലഭിക്കാത്തത്? നിങ്ങൾ ഈ രംഗത്തെ ഒരു എക്സ്പെർട്ട് കൂടിയാണ്. നമുക്കറിയാം 2 രീതിയിലാണ് അത് കറക്ഷൻ വരുന്നത്, ശരിയാവുന്നത്. ഒന്ന്, ആണല്ലോ, ഒരു മെഷീൻ ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റിനുള്ളിൽ നിന്നും ഈ മെഷീൻ വളരെ പെട്ടെന്ന് റീഡ് ചെയ്തിട്ടാണ് അത് മാറ്റി വരുന്നത്. ഇപ്പോൾ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അതിലെ പദാവലിയൊക്കെ അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. പണ്ട് നമുക്ക് പദാവലികൾ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ തമിഴിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആൾക്കാർ തമിഴ് മാധ്യമത്തിൽ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഡേറ്റാബേസായി മാറുന്നു. ആളുകൾ ഉപയോഗിക്കുന്നില്ല മലയാളം. ആളുകൾ അപ്പോൾ ഇന്ത്യ വലിയൊരു പ്രദേശമാണ്, അവർ ഹിന്ദി ഉപയോഗിക്കുന്നുണ്ടാവും. തമിഴ്നാട്ടുകാർ അത്ര വലിയ, അവർ തമിഴിൽ എഴുതുന്നുണ്ടാകും. പക്ഷേ മലയാളികൾ ഇത്തരത്തിലുള്ള കണ്ടൻറ് ജനറേഷനിൽ പുറകിലാണ്. ഒന്നതാണ്. രണ്ടാമത്തത്, നമ്മുടെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാത്തതാണ്. നമ്മൾ ഇത്രയും കാലമായിട്ടും ഇപ്പോഴും നമുക്ക് ഇംഗ്ലീഷിന് സ്പെൽ ചെക്കുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും അവരുടെ ഭാഷകൾക്ക് അവർ സ്പെൽ ചെക്ക്, ഗ്രാമർ ചെക്കുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഭാഷയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇത്തരം സാങ്കേതിക വിദ്യകൾ, ടൂൾസ് ഡെവലപ്പ് ചെയ്യണം. അതിന്നില്ല. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊരു സാധനം എഴുതിയാൽ അതുകൊണ്ടില്ല എന്ന് ഭാഷ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒന്നുകിൽ ഉപയോഗിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പ്രൈവറ്റിലെ ആൾക്കാരെന്താണ്, ഈ ഡിമാൻഡിനനുസരിച്ചാണ്. എത്ര ആൾക്കാർ ഈ ഭാഷ ഉപയോഗിക്കുന്നു, ദർ ഇസ് എ ബിഗ് ഡിമാൻഡ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്താൽ, ഒരു പക്ഷേ ഞാനിപ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ തെറ്റ് സൂചിപ്പിച്ച് എൻ്റെ അടുത്ത് നേരത്തെ പൈസ പോകുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ എഴുതുമ്പോൾ തെറ്റ് തിരുത്തുന്ന ഒരു ടൂൾ വന്നാൽ, ഒരു പ്ലാറ്റ്ഫോം വന്നാൽ ഞാൻ അതിലേക്ക് പോകും. അപ്പോൾ അതിലൂടെയാണ് അവർക്ക് അതിൻ്റെ ഒരു ഇൻകം, ഈ സാധനം ഉണ്ടാക്കി ഇതിലേക്ക് കൊടുത്ത ആൾക്കാർക്കുണ്ടാവും. നിങ്ങൾക്ക് അറിയണ്ടാവും അത്, നിങ്ങൾക്കറിയാം. അതേ സമയത്ത് നമ്മളത് ചെയ്യുന്നില്ല. നമുക്ക് കൂടുതൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ദർ ഈസ് എ ഡിമാൻഡ് ഫോർ ദിസ് ടെക്നോളജി.
ഒന്നുകിൽ പ്രൈവറ്റ് അങ്ങനെ ചെയ്യണം. പ്രൈവറ്റിനെ കാത്തു നിൽക്കാതെ, പ്രൈവറ്റ് ഒരു കച്ചവട കണ്ണോടുകൂടിയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നമ്മളുടെ ഈ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന നമ്മുടെ സർക്കാർ, സ്റ്റേറ്റ് എല്ലാ ഭാഷകൾക്കും ഉണ്ട്. കേരളത്തിൽ മലയാളത്തിനുണ്ട്, മലയാള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മലയാള സർവകലാശാല ഉണ്ട്, മലയാളത്തിൽ എല്ലാ സർവകലാശാലയും മലയാള ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, NIT ഇവിടെ ഉണ്ട്, IIIT ഉണ്ട് അല്ലേ. അപ്പോൾ കോട്ടയത്തിലെ IIITക്കും അല്ലെങ്കിൽ NIT ഒക്കെ പോട്ടെ, IIITയും കേരളത്തിലെ മലയാളം സർവകലാശാലയും ജോയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ജോയിൻ ചെയ്തിട്ട് ഈ വർക്ക് തുടങ്ങണം. ഓരോ ഭാഷയ്ക്കും ഭാരതത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാം. കാരണം ഭാഷയുടെ എല്ലാ അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. സ്പെൽ ചെക്കൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഭാഷയുടെ ഇംഗ്ലീഷിനേക്കാളും കുറച്ചുകൂടിയും സങ്കീർണമാണ് ഭാരതീയ ഭാഷകൾ. കാരണം അതിൽ ചിഹ്നങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അനുസാരം, വിസർഗം തുടങ്ങിയ കാര്യമുണ്ട്. സന്ധി പോലുള്ള സാധനമുണ്ട്. വെറും വാക്കുകൾ ചേരല്ലല്ലോ. അപ്പോൾ വാക്കുകൾ ചേർന്ന് പുതിയ വാക്കുണ്ടാകും. അപ്പോൾ സന്ധികളുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഭാഷയുടെ ഭാഷാശാസ്ത്രവും ഭാഷാ പദാവലികളും ഇന്നത്തെ സാങ്കേതിക വിദ്യയും എല്ലാവരും ചേർന്ന് വളരെ പെട്ടെന്ന് പ്രവർത്തിക്കണം.